ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 14 ഏക്കർ അടിപൊളി തോട്ടത്തിലാണ്. ഇതാണ് ഗേറ്റ്. എൻ്റെ വണ്ടി നിൽക്കണം. അവിടെ നിന്നിട്ട് വണ്ടി സൗകര്യൻ്റെ ഫ്രണ്ടിൽ ടാർട്ട് റോഡാണ്. ബസ് റൂട്ടല്ല, ബസ് റൂട്ടിൽ നിന്ന് വരുന്ന ടാർട്ട് റോഡ്. നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. തൊട്ടടുത്തൊക്കെ വീടുകളാണ് കേട്ടോ. നല്ല തോട്ടമാണ്. അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ടോ. അതൊക്കെ ഇതൊരു വീടാണ്, തൊട്ടടുത്ത് വീടാണ്. ഇതിലുള്ള മുട്ടപ്പഴം കണ്ടില്ലേ? മുട്ടപ്പഴം എന്ന് പറഞ്ഞ പഴമാണത്. ജ്യൂസ് അടിച്ച് കുടിക്കണത്. ഇങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇതിൽ. കണ്ടോ, ഇതെന്താ സാധനം? എന്തോ സംഭവം. ഇതും ജ്യൂസ് അടിച്ച് കുടിക്കുന്ന സാധനമാണ്. ഈ തോട്ടത്തിൻ്റെ മുന്നിലുള്ള വീടാണിത്. ഇതാ റോഡാണ്. ഇത് ടാർട്ടാണ്, റോഡാണ്. നല്ല വീതിയുള്ള റോഡാണ്. ഇതാണ് നമ്മുടെ തോട്ടം. ഇതിൽ നല്ലൊരു ഓടിട്ട വീടുണ്ട്. പിന്നെ ഇതാ നല്ല സജ്ജീകരണങ്ങൾ, നല്ലൊരു തോട്ടമാണിത്. 14 ഏക്കറാണ് ഉള്ളത്. ഉണ്ട് സപ്പോട്ട, അതേപോലെ തന്നെ കൊക്കോ, അതേപോലെ എല്ലാ സംഭവവും ഉണ്ട്. മാവുകളുണ്ട്. നല്ല കഴുങ്ങും തോട്ടമുണ്ട്. ഇത് ഒരു ഔട്ട് ഹൗസാണ്. അതിലത്തെ മുതലാളിമാരൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഇതാക്കിക്കാണത്. വേണ്ടത്. പിന്നെ ഇങ്ങനെ ഒരു ഓടിട്ട വീടുണ്ട്. വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് നല്ല ഒരു പന്തലൊക്കെ ഇട്ട നല്ലൊരു വീട്. ആ കാണുന്ന വയലൊക്കെ ഇതിൽ പെട്ട തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പണിക്കാരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മതിൽക്കെട്ട്, നല്ല നല്ല വെള്ള തോട്ടം, വെള്ള ടാങ്ക്, നല്ല വെട്ടമുള്ളൊരു കിണറാണ്. ഒരു കാലത്തും വെള്ളം പറ്റില്ല. വേണ്ട, ഫുള്ള് വെള്ളമാണിത്. നല്ല വൃത്തിയുള്ള വീടാണ്. ഉള്ളിലൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. കറണ്ട് കണക്ഷനുകൾ, തോട്ടം ഇങ്ങനെ കിടക്കുക. പിന്നെ കോഴിക്കോട്. ഇത് പണ്ട് പശു വളർത്തിയുന്ന തൊഴുത്താണ്. പൈപ്പ് കണക്ഷന്. ജാതിയാണിത്. കോഴിക്കോട് ഇപ്പോഴും കോഴികളുണ്ട്. നാടൻ കോഴിയൊക്കെ ഉണ്ടായില്ല കേട്ടോ. തോട്ടം ഒരു രക്ഷയില്ല. നല്ല മണ്ണ്, നല്ല വെള്ള സൗകര്യം, നല്ല തെങ്ങിൻ തൈകള്, നല്ല ജാതി മരങ്ങള്, അങ്ങനെയുള്ള കണ്ടോ. നാളികേരം പൊളിച്ചിട്ട് ഉണ്ടോ. നല്ല വരുമാനമുള്ള തോട്ടമാണ്. പിന്നെ ഇതിൽ മറ്റേ ജാതിക്കൊക്കെ നല്ല എല്ലാ ഭാഗത്തും ഉണ്ട്. ജാതിയുണ്ട്. ഇതാണ്ടോ, ഇതിൽ വേറൊരു വീടാണത്. ഉണ്ടോ. അതും പണിക്കാർക്ക് താമസിക്കാനും ഇതിനൊക്കെ പറ്റും. തെങ്ങുകള്. ആ താഴത്ത് കാണുന്ന ആ കവുങ്ങ്, അതൊക്കെ ഇതിൽ പെട്ടതാണ്. ഉണ്ടോ. വയലൊക്കെ ഇതിൽ പെട്ടതാണ്. തോട്ടം എന്ന് പറഞ്ഞ തോട്ടമാണ് കേട്ടോ. ആ കാണുന്നത് മോട്ടോർ പെരയാണ് കേട്ടോ. ഇതിൽ ഈ കാണുന്നത് 5.5 ഏക്കർ വയൽ ഇതിലുണ്ട് കേട്ടോ. അതടക്കാണ് 14 ഏക്കറെ. പിന്നെ പറമ്പും പള്ളിയും ആ 5.5 ഏക്കർ വയലും അങ്ങനെയൊക്കെ പാടെ കൂടിയിട്ടാണ് 14 ഏക്കർ വരുന്നത്.
ഒരാൾ എടുത്ത ആ ആൾക്ക് ജീവിക്കാം. നല്ല വരുമാനമുണ്ട്, വെറുതെ പറയണതല്ല. എന്തുണ്ടാക്കിയാലും ഉണ്ടാവും. ഇതാണ്ടോ ഈ കാണുന്നത് കുളമാണ്. ഇത് കുളം, ഇത് മോട്ടോർ പുര. ഇതാണ്ടോ കുളം, അതിൻ്റെ കരക്ക മോട്ടോർ പുര. നടക്കാൻ മര്യാദക്ക് ഉണ്ട്. ഇത് കൂടുതൽ നടക്കാൻ വയ്യ എനിക്ക്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. ആവശ്യമുള്ളവർ വിളിച്ചാൽ ഡയറക്റ്റ് മുതലാളിനായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരാം. എൻ്റെ ഈ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഡയറക്റ്റ് ഓണറുമായിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരും. കൊള്ളാം. ഞാൻ ഇതിൽ ഈ തോട്ടത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൽ കാലിയായിട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ വയലാണ് 5.5 ഏക്കറ. അതിൻ്റെ ആ കരക്കെ ഒരു നിറയെ വീടുകളുള്ളൊരു ഏരിയയാണ്. അമ്പലമുണ്ട്, അതേപോലെ അങ്ങനെയുള്ള എല്ലാ സൗകര്യമുണ്ട്. ടൗണിൽ നിന്ന് മാക്സിമം ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. പാലക്കാട് ജില്ലയാണ്. വിലയും കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ചാൽ അതിന് ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. വയലൊക്കെ കാലിയായിട്ട് കിടക്കുക കേട്ടോ. അതോ കാണുന്ന മോട്ടോർ പുര ഉണ്ടോ, അതൊക്കെ ഇതിൽ ഉള്ളത് തന്നെയാണ്.